UGC നിയമനം കർക്കശമാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെയുള്ള സർവകലാശാലകൾക്ക് കേരള PSCയുടെ ഉത്തരവ് തിരിച്ചടിയായി. PSC കർശനമായി ഉത്തരവിറക്കിയതോടെ വെട്ടിലായത് UGC അംഗീകാരം നഷ്ടപ്പെട്ട സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാകും. UGC അംഗീകാരമില്ലാത്ത ഡിഗ്രി തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് സെറ്റ് നേടിയവർക്ക് വലിയ തിരിച്ചടിയാണിത്. വിവരങ്ങളുമായി പ്രജിത്ത് തന്നെ വീണ്ടും ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്ന പുതിയ ഉത്തരവിലൂടെ സംഭവിക്കാനിരിക്കുന്നത്? രത്നചുരുക്കം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കുന്നവർക്ക് ഇനി PSC വഴിയുള്ള പരീക്ഷകൾ, നിയമനങ്ങൾ എന്നിവയൊക്കെ അസാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രത്നചുരുക്കം എന്നുള്ളത്. നേരത്തെ സുപ്രീം കോടതി അടക്കം ഈ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളിലൂടെ അല്ലെങ്കിൽ അവ UGC അംഗീകാരം നേടണമെന്നടക്കമുള്ള കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇങ്ങനെ വളരെ നേരത്തെ നമ്മൾ ഈ LB സെൻറ്ററുമായി ബന്ധപ്പെട്ട് സെറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും PSC വളരെ കർശനമായി ഈ UGC അംഗീകാരം എന്നുള്ളൊരു മാനദണ്ഡം നടപ്പിലാക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഉത്തരവ് പ്രകാരം പ്രത്യേകിച്ച് ഒന്ന്, PSC ഇനി UGC വെബ്സൈറ്റ് പരിശോധിച്ച് മാത്രമേ ഡിഗ്രിയുടെ ഈ പറയുന്ന രീതിയിൽ ബിരുദങ്ങളുടെ തുല്യത അംഗീകരിക്കുകയുള്ളൂ. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഇനി അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടം എന്നുള്ളത്. UGC അംഗീകാരമില്ലാത്ത നേരത്തെ 2015 അധ്യയന വർഷം ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്കടക്കം അംഗീകാരമില്ലെന്നുള്ള കാര്യം UGCയുടെ തന്നെ വിദൂര ഭാഗമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ സംബന്ധിച്ച വിവിധ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇനി UGC അംഗീകാരമുള്ള കോഴ്സുകൾക്ക് മാത്രം അല്ലെങ്കിൽ UGC അംഗീകാരമുള്ള സർവകലാശാലകൾക്ക് മാത്രം അംഗീകാരം നൽകിയാൽ മതി, അവയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം അംഗീകരിച്ചാൽ മതി എന്നുള്ളൊരു സമീപനത്തിലേക്ക് സംസ്ഥാന PSC പോകുന്നത് എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ കാര്യം വരികയാണെങ്കിൽ, ഒന്ന് ഭാരതിയാർ സർവകലാശാല, പെരിയാർ സർവകലാശാല, ഭാരതിദാസൻ സർവകലാശാല, മദ്രാസ് സർവകലാശാല, അണ്ണാമലൈ മധുരൈ കാമരാജ് സർവകലാശാല, അളഗപ്പ സർവകലാശാല, മറ്റിതര സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഇനി പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് കർശന നിർദ്ദേശമുണ്ട്. UGC അംഗീകാരമില്ലാതെ രാജ്യത്തൊരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ കൂടിയായിരിക്കും ഈ ഉത്തരവിലൂടെ സൃഷ്ടിക്കപ്പെടുക. കൃഷ്ണരാജ്, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള വലിയ ശതമാനം വിദ്യാർത്ഥികളെയൊക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉദ്യോഗാർത്ഥികളെയൊക്കെ ഇതൊക്കെ ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുമുണ്ട്. കൃഷ്ണരാജ്, UGC നിയമം നടപ്പിലാക്കാൻ കർശനമായ തീരുമാനമെടുക്കുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതുവഴി അംഗീകാരമില്ലാത്ത സർവകലാശാലയിൽ പഠിക്കുകയോ സർട്ടിഫിക്കറ്റ് നേടുകയോ ഒക്കെ ചെയ്തവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.